Hi everyone, this is Yabin here from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടേബിൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. അതിന് തൊട്ട് മുമ്പ് എൻ്റെയും എൻ്റെ എവിക്ക ടീമിൻ്റെയും ഒരു മെറി ക്രിസ്മസ് ഞാൻ എല്ലാവർക്കും നേരുകയാണ്. എല്ലാവരും കേക്കും വൈനൊക്കെ കഴിക്കുക, ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഹാങ് ഔട്ട് ചെയ്യുക, നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുക. സോ വി വിഷ് യു എ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ആവാൻ ടൈമുണ്ട്. എന്നാലും നമ്മുടെ ഈ പറഞ്ഞ ആപ്പിൾ ന്യൂസ് എല്ലാ സൺഡേസും മാത്രമാണ് റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അഡ്വാൻസ് ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് പറഞ്ഞത്. അതോടൊപ്പം നിങ്ങൾക്ക് ഇതേപോലെ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ന്യൂസും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അറിയുള്ളൂ. നിങ്ങളുടെ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ വേർത്തിട്ടായിരിക്കും. കാരണം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സോ തുറക്കെ തന്നെ നമ്മുടെ അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ iOS 18.2 ഒരു ഫോളോ അപ്പ് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ബാറ്ററി, അതേപോലെ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഈ പറഞ്ഞ ഇമേജ് പ്ലേഗ്രൗണ്ടിൻ്റെ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ആയാൽ എങ്ങനെ റീഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഞാൻ പറയുന്നുണ്ട്. അതേപോലെ iOS 18.3 പുതിയ ബെയ്റ്റയും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ബെയ്റ്റ ടെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. പക്ഷേ പ്രൈമറി ഫോൺ ആണെങ്കിൽ എന്തായാലും അതൊരു റിസ്ക് തന്നെയാണ്. കാരണം ഇനി പുതിയൊരു അപ്ഡേഷൻ കിട്ടണമെങ്കിൽ ജാനുവരി ആവണം. എന്നാൽ മാത്രമാണ് ഈ പറഞ്ഞ iOS 18.3 അടുത്ത ബെയ്റ്റ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം iOS 18.2.1 എന്ന് പറഞ്ഞാൽ ഒരു ബഗ് ഫിക്സ് നമുക്ക് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. അങ്ങനെ വരികയാണെങ്കിൽ 18.2 ഫിനാൻഷ്യൽ ആപ്പുകളിലെ ക്രാഷും ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഒരു ബഗ് ഫിക്സ് അപ്ഡേഷനിൽ മാറാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഫൈനലി അപ്ഡേഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് iOS 18.1.1 എന്ന അപ്ഡേഷൻ ആപ്പിൾ അവരുടെ അപ്ഡേഷൻ IPSW ഫയലിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി iOS 18.1.1 ഡൗൺഗ്രേഡ് ചെയ്യാൻ പറ്റില്ല അൺലെസ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ആ ഒരു IPSW ഫയൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺഗ്രേഡ് ചെയ്യാം. അല്ലാത്ത പക്ഷം ഇനി iOS 18.2 നിൽക്കുന്ന കൂട്ടുകാർക്ക് താഴത്തേക്ക് ഡൗൺഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇനി ഉണ്ടാവില്ല. നമ്മുടെ അടുത്ത ന്യൂസാണ് ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനീനെ എനിക്ക് ആകർഷിക്കാനുള്ള വൺ ഓഫ് ദ റീസൺ ഒരു കാര്യമാണ് അവരുടെ അറ്റൻഷൻ ടു ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. സത്യമായിട്ടും ഇത്ര മാത്രം ഡീറ്റെയിലിംഗ് വരുത്തുന്ന വേറൊരു കമ്പനി, ടെക്കിൽ മാത്രമല്ല വേറൊരു കമ്പനി എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് സിനിമയിൽ കുറേയധികം ഡീറ്റെയിൽ കാണാൻ പറ്റും, കുറേയധികം ഹിഡൻ ഡീറ്റെയിൽസ്, കുറേയധികം ഈസ്റ്റർ എഗ്സ് എല്ലാം കാണാൻ പറ്റും. ബിക്കോസ് ഇറ്റ്സ് എ മീഡിയ, അല്ലെങ്കിൽ അതൊരു സിനിമ എന്ന് പറയാം, ഒരു സോഷ്യൽ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് അങ്ങനെ എന്തെങ്കിലും പറയാം. പക്ഷേ ഒരു ടെക്നോളജി, ഒരു ആക്സറി, ഗാഡ്ജറ്റ് എന്നീ പറയുന്നൊരു കമ്പനി ഇത്രമാത്രം അറ്റൻഷൻ ടു ഡീറ്റെയിൽ ചെയ്യണമെങ്കിൽ അത് ആ കമ്പനിയുടെ എന്താ പറയുക കഴിവ് തന്നെയാണ്. നിങ്ങൾക്ക് iPhone 15 Pro and 16 സീരീസിലെ ക്യാമറ കട്ടൗട്ട് വെച്ചുകൊണ്ടാണ് അവരുടെ വാൾപേപ്പർ പോലും ആപ്പിൾ ക്രിയേറ്റ് ചെയ്തത്. ഈ ഒരു സിറ്റുവേഷൻ മാത്രമല്ല, ബാക്കി നേരത്തെ ഉണ്ടായ എല്ലാ സിനാരിയാസും നോക്കിയാൽ മനസ്സിലാവും. ആപ്പിളിൻ്റെ ഈ പറഞ്ഞ iMacൻ്റെ വാൾപേപ്പർ, M4 iPad Proൻ്റെ വാൾപേപ്പർ എല്ലാം വെക്കുന്നത് സെയിമി ഡിവൈസുകളുടെ തന്നെ ആ ഒരു റിസംബ്ലൻസ് വെച്ചുകൊണ്ട് തന്നെയാണ് വാൾപേപ്പർ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാലും ഞാൻ പോലും ഇപ്പോഴാണ് അറിയുന്നത് iPhone 15 Proൻ്റെയും 16ൻ്റെയൊക്കെ ആ ക്യാമറ കട്ടൗട്ട് അലൈൻ ചെയ്താണ് ഈ ഒരു വാൾപേപ്പർ വെക്കുന്നത്. സത്യം പറയാം, എനിക്ക് വരെ അത്ഭുതമായിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വാൾപേപ്പർ ഡീറ്റെയിലിങ്ങിൽ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുമെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ തൊട്ടതായിട്ട് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് ആപ്പിൾ ഇൻ്റലിജൻസ് നമുക്കറിയാവുന്ന പോലെ ചൈനയിലും EUവിലും വന്നിട്ടില്ല. പക്ഷേ 2025 ഏപ്രിലോടെ ആപ്പിൾ ഇൻ്റലിജൻസ് EUവിൽ വരും എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ തന്നെ ഇത് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. ഏപ്രിലിൽ ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസ് EUവിൽ വരുമെന്ന്. ആപ്പിൾ ഈ പറഞ്ഞ ഏപ്രിൽ എന്ന് ഉദ്ദേശിക്കുന്നത് iOS 18.4 എന്ന അപ്ഡേഷനിലായിരിക്കും ആപ്പിൾ ഇൻ്റലിജൻസ് EUവിൽ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ കാര്യം പറയുമ്പോഴാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ ആപ്പിൾ ഇൻ്റലിജൻസിൽ ഒരു മെസ്സേജ് സമ്മറി എന്ന ഓപ്ഷൻ ഉണ്ട്. കുറേ കൂട്ടുകാർ പറയുന്നത് ഈ പറഞ്ഞ മെസ്സേജ് സമ്മറി അടിപൊളിയാണ്, നല്ല ഫീച്ചറാണെന്നൊക്കെ. പക്ഷേ ആ ഒരു ഫീച്ചർ മിക്കവാറും ആപ്പിൾ ഒന്നെങ്കിൽ ബാൻ ചെയ്യും, അല്ലെങ്കിൽ ബാൻ ചെയ്യുന്നല്ല, ഒന്നെങ്കിൽ നിർത്തും.
അല്ലെങ്കിൽ അടുത്ത അപ്ഡേഷനിൽ അല്ലെങ്കിൽ അടുത്ത വരാൻ പോകുന്ന OSൽ നല്ല രീതിക്ക് റിഫൈൻ ചെയ്യും. കാരണം ഇപ്പോൾ കുറേയധികം പ്രശ്നങ്ങൾ ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ കുറേയധികം മെസ്സേജസിനെ അത് തന്നെ കാറ്റഗറൈസ് അല്ലെങ്കിൽ അത് തന്നെ പഠിച്ച് സമ്മറൈസ് ചെയ്ത് ഒരു ചെറിയ ഷോർട്ട് ഫോം അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് മെസ്സേജ് ആയിട്ട് കാണിക്കും. ഈ പറഞ്ഞ ഷോർട്ട് മെസ്സേജ് ചിലപ്പോൾ നമുക്ക് പോലും വായിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഡേഞ്ചർ ഒക്കറൻസ് ഉള്ള പോലെ ഫീൽ ചെയ്യും. ഒരാൾ മരിച്ചു അല്ലെങ്കിൽ അയാൾ സ്വയമേ വെടിവെച്ചു, അങ്ങനത്തെ ഒരു റോങ് മെസ്സേജ് അല്ലെങ്കിൽ റോങ് സമ്മറി ആയിട്ട് ആപ്പിൾ ഇൻ്റലിജൻസ് മാറുന്നുണ്ട്. ചില മെസ്സേജസ് ഓട്ടോമാറ്റിക്കലി സമ്മറൈസ് ചെയ്യുമ്പോൾ ആ ഒരു ഇഷ്യൂ കുറേയധികം പേർക്ക് ടെൻഷനും അതേപോലെ തന്നെ റോങ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഫോൾസ് ഇൻഫർമേഷനായിട്ട് വരുന്നുണ്ട്. ആ ഒരു പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്യാൻ ഒന്നെങ്കിൽ ആപ്പിൾ ഇൻ്റലിജൻസ് കുറച്ചുകൂടി റിഫൈൻ ചെയ്യണം, അല്ലെങ്കിൽ അടുത്തൊരു അപ്ഡേഷൻ വരുന്നവരെ ഒരു ഹ്യൂജ് അപ്ഡേഷൻ വരുന്നവരെ ആപ്പിൾ അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അടുത്ത ന്യൂസും ഇത് റിലേറ്റ് ചെയ്താണ്. NVIDIA എന്ന കമ്പനി നമുക്കറിയാവുന്നതാണ്. ഏറ്റവും നല്ല ഗ്രാഫിക്സ് പ്രോസസ്സിങ് യൂണിറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാർഡ് റിലീസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് NVIDIA എന്ന് പറയുന്നത്. ഈ ഒരു NVIDIA കമ്പനിയായിട്ട് ആപ്പിൾ ഒരു കൊളാബറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ പ്യുവർലി ഫോർ റിസർച്ചിങ് LLM അഥവാ ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് പറയുന്ന ഈ പറയുന്ന സിസ്റ്റം പഠിക്കാനും റിസർച്ച് ചെയ്യാനുമാണ് NVIDIA ആയിട്ട് ആപ്പിൾ കൊളാബറേറ്റ് ചെയ്യുന്നത്. ഈ പറഞ്ഞ OpenAI, ChatGPT ഇതെല്ലാം യൂസ് ചെയ്യുന്ന സർവർ ആര് കൊടുക്കുന്നതാണ്? NVIDIA എന്ന കമ്പനിയുടെ ഗ്രാഫിക്സ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു OpenAIയും അതേപോലെ ChatGPT ഒക്കെ വർക്ക് ചെയ്യുന്നത്. അത്രമാത്രമുള്ള ഗ്രാഫിക് ഇൻറ്റൻസീവായ വർക്ക് ലോഡ് താങ്ങണമെങ്കിൽ NVIDIA ഗ്രാഫിക്സ് വേണം. സോ ആ ഒരു ഗ്രാഫിക്സ് കമ്പനിയും ആപ്പിളും കൂടെ കൂടിച്ചേരുമ്പോൾ MML അഥവാ ഈ പറഞ്ഞ ലാർജ് ലാംഗ്വേജ് മോഡലിൻ്റെ ഏറ്റവും നല്ലൊരു ഫീച്ചേഴ്സ് നമുക്ക് തരാൻ പറ്റും. ChatGPT പോലെ അതിനും ഹയറായിട്ട് മേ ബി ആസ് എ ആപ്പിൾ യൂസർ നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇനിയും കുറേയധികം ഫീച്ചേഴ്സാണ് നമുക്ക് iOS 18 and 19 വരാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ കുറേയധികം ഇൻട്രസ്റ്റിംഗ് ആയ ന്യൂസും ബാക്കിയാണ് നിങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പം ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ആൻഡ് വൺസ് അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ എ മെറി ക്രിസ്മസ് ഫോർ യുവർ ഫാമിലി ആൻഡ് യുവർ ഫ്രണ്ട്സ്. എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. നല്ലൊരു ക്രിസ്മസ് ആവട്ടെ. നിങ്ങൾക്ക് ഇതേപോലുള്ള പുതിയ പുതിയ അപ്ഡേറ്റ്സും അതേപോലെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് Jebin Xavier signing from Evica.